സംഘർഷകലുഷിതമായ മണിപ്പൂർ സമാധാനത്തിലേക്ക് കുക്കി സംഘടനകൾ സമാധാന കരാറിൽ ഒപ്പുവെച്ചു. നിർണായക തീരുമാനം പ്രധാനമന്ത്രിയുടെ മണിപ്പൂർ സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ്. ഇന്നു മുതൽ 1 വർഷത്തേക്കാണ് സമാധാന കരാർ. 2 വർഷത്തിലേറെ നീണ്ടുനിന്ന വംശീയ കലാപം, മനുഷ്യ മനസാക്ഷി മരവിപ്പിക്കുന്ന ഒട്ടേറെ സംഭവവികാസങ്ങൾ, ഒടുവിൽ മുഖ്യമന്ത്രിയുടെ രാജി, കാട്ടുതീ പോലെ പടർന്ന വംശഹത്യയും ഉള്ളൊലിയുന്ന കാഴ്ചകളും നീണ്ടുനിന്ന ദിനങ്ങൾക്കൊടുവിലാണ് മണിപ്പൂരിൽ സമാധാനമെത്തുന്നത്. ഡൽഹിയിൽ ആഭ്യന്തര മന്ത്രാലയവും കുക്കീസോ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ആഭ്യന്തര മന്ത്രാലയം, മണിപ്പൂർ സർക്കാർ, കുക്കി നാഷണൽ ഓർഗനൈസേഷൻ, യുണൈറ്റഡ് പീപ്പിൾ ഫ്രണ്ട് എന്നിവർ ത്രികക്ഷി കരാറിൽ ഒപ്പുവെച്ചു. ദേശീയപാത 2 വീണ്ടും തുറക്കാൻ കുക്കീസോ കൗൺസിൽ സമ്മതിച്ചു. സുരക്ഷാ സേനയുമായി പൂർണ്ണ സഹകരണം ഉറപ്പു നൽകി. കരാർ പ്രകാരം കുക്കി നാഷണൽ ഓർഗനൈസേഷനും യുണൈറ്റഡ് പീപ്പിൾ ഫ്രണ്ടും തങ്ങളുടെ 7 ക്യാമ്പുകൾ സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാറ്റി സ്ഥാപിക്കും. ആയുധങ്ങൾ സുരക്ഷാ സേനകൾക്ക് തിരിച്ചു നൽകും. ഈ മാസം 13-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് സമാധാന കരാറിൽ സംഘടനകൾ ഒപ്പുവെച്ചത്. വിനീത VG 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.